കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇടും, ഒരു ദിവസം ഇടൂല. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും ഒരു പീസോ 2 പീസോ? പക്ഷെ പീസ് എന്ന് പറയാൻ വലിയ പീസ് അല്ലല്ലേ. പൊടി മാറി ഇങ്ങനെ അടക്കാപ്പഴം ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സ്ഥലമൊക്കെ നമ്മളവിടെ ഇവിടെ തറാവിയും ഒക്കെ വൈക്കതാക്കണേ. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കിബില അങ്ങോട്ടാക്കിയിട്ട് കണ്ടില്ലേ. കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ രസമായിട്ട് പോലെ സംബന്ധിച്ചത് ഭയങ്കര ഒരു അതിർപ്പ്. ഹായ് ഹായ് ഹായ്, അസ്സലാമു അലൈക്കും. എന്താ പാട്, സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മളെ ബീഹാറിൽ ഇർസ ഫൗണ്ടേഷൻ്റെ അവരുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകും. അപ്പോൾ അവിടെ രാവിലെ ഇപ്പം കൃത്യം 9-9:30 സമയം. ഇങ്ങനെ 9:30-9:45 നമ്മളോട് ഇറങ്ങിയിട്ട് സില്ലിഗുരി ഭാഗത്തോട്ട്, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ മേൽഭാഗം, പിന്നെ അങ്ങോട്ട് കുറച്ചൊരു തണുപ്പുള്ള ഏരിയകൾക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇർസ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് അവരിന്നൊരു നോമ്പ് തുറ സെറ്റ് ചെയ്തു. അതിൽ ഏകദേശം ഒരു 400-500ഓളം പേർക്ക്, ഏകദേശം ഒരു 400-500ഓളം പേർക്കുള്ളൊരു നോമ്പ് തുറ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ സില്ലിഗുരി ഭാഗത്ത് ഇന്ന് പോവാം. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ബീഹാറിൽ നിന്ന് ഒത്തിരി ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഓരോ ഇങ്ങോട്ട് വരും, ഇവിടെ നമ്മളെ റൂംസ് കാര്യങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മളെ വിളിച്ച ആളുകളുടെ അടുത്തേക്ക് പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് സമയപരിധികളും ഇല്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു ദിവസം 1-2 ദിവസം ഒരു ഇതിലല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. ബീഹാറിൽ നമ്മൾ ഏകദേശം ഒരു 5-6 ദിവസം നമ്മൾ ബീഹാറിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയായിരുന്നു. അതിലിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 1-2 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹിറ ഫൗണ്ടേഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു 120 കിലോമീറ്റർ സില്ലിഗുരിൻ്റെ അടുത്ത്. അവിടെയാണ് ഇന്ന് രാത്രി, അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഇവരെ കുറച്ച് കുട്ടികളും കാര്യങ്ങളും അവരുടെ ദിവസ്ഥാപനങ്ങളും അവിടെ പോയിട്ട് അവരൊക്കെ ഒന്ന് കണ്ട്, ചിലപ്പോൾ ഇൻഷാല്ലാ നോമ്പുതുറ ഈ ഇർസ ഫൗണ്ടേഷൻ്റെ കൂടെ ആയിരിക്കും ഇന്ന്. ഒരു 100-500ഓളം പേർക്കുള്ള വലിയ പരിപാടിയാണ്. ഒത്തിരി പാവപ്പെട്ട കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി. അവിടെ നമ്മൾ നേരെ പിന്നെ സില്ലിഗുരി ഭാഗത്തോട്ടാണ് പോവുക. അപ്പോൾ ഇൻഷാല്ലാ കാണാൻ നമ്മളെ ഫാമിലിയിലേക്ക് വന്ന പുതിയ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പിന്നെ സബ്ബടിച്ച് ഇന്നോളി യാത്രയിൽ നമ്മളെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി കുറച്ച് ദിവസം കൂടെ നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാക്കണം. തണുപ്പിന് എത്രത്തോളം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ പോവല്ലേ. വണ്ടിക്കുള്ള ഫുഡും കാര്യങ്ങളും ഇപ്പോൾ കയറ്റി വെക്കുകയാണ്. ഇന്നേക്ക് നോമ്പ് തുറക്കുള്ള കാരണം. അപ്പോൾ ഫ്രൂട്ട് എന്തേ എന്താ വെച്ചാൽ വൈകുന്നേരമാണ് നോമ്പ് തുറക്കാനുള്ള പരിപാടി. എങ്കിലും ഇപ്പം നമ്മൾ പോകണം എന്താ വെച്ചാൽ 30 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഇനി പോയിട്ടൊരു വരവുണ്ടാവുമല്ലോ, 1 കിലോമീറ്റർ പോകണ്ടല്ലേ. അപ്പോൾ നമ്മളെ വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ് കണ്ട് അപ്പം കൂടി സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയാം. സില്ലിഗുരി ഭാഗത്തേക്ക് നമുക്കാണ് പോകാച്ചിട്ട്. വണ്ടി നിൽക്കണ നോക്കി, ഈ ലെവലിലാണ് വണ്ടി നിൽക്കണത്. കർട്ടൻ ഫുള്ളാണ് ഈ മക്കളെ. തണുപ്പില്ലല്ലോ. നിങ്ങൾക്ക് ആനന്ദ വിഷയം ഉണ്ടെങ്കിൽ വേണം ഇട്ടോളി. നിങ്ങൾക്ക് തണുപ്പിന് ആനന്ദ വിഷയം ഉണ്ടെങ്കിലേ തണുപ്പില്ലല്ലോ, പിന്നെ ഒഴിവാക്കിയല്ലേ. പൊടിക്കാറ്റ് ആനന്ദം അടിക്കും, ആനന്ദം ഉണ്ടെങ്കിൽ വേണം ഇട്ടോളി. വേണം ഇങ്ങനെ ഇട്ടാളാം. അങ്ങനെ കൊത്തിക്കളാം. ഈ പൊടിക്കാറ്റ് എനിക്ക് തോന്നുന്നത് NH കൂടെയാണ് ഇത് പോവാനുള്ളത് അധികം. പിന്നെ ആ പ്രശ്നം വരില്ല. ഇതാണ് ബിൽഡിങ്, ഈ വെള്ള ബിൽഡിങ്. അവിടെയാണ്, അതിൻ്റെ മേലാണ് നമ്മൾ നിന്നിരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ഇർസ ഫൗണ്ടേഷൻ്റെ വണ്ടി. ഇതിലാണ് നമ്മൾ ഇന്നലെ പോയിരുന്നത്. ഇതിലാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ, കൊണ്ടുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് നമ്മളെ സെറ്റ് പോണു.
കാര്യങ്ങളൊക്കെ. ഇത് ഫ്രൂട്ട്സ് ആദ്യം വാങ്ങി വെക്കലാണ്. അവസരനുസരിച്ച് വാങ്ങൂലേ? ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോവാം. ഇനി പോയോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ റൂമിൽ നിന്ന് എടുക്കാണ്ടോ എന്നുള്ളത്. ഒക്കെ സെറ്റല്ല. ഇവിടെ ഒന്നും പിന്നെ നമ്മളൊന്നും വെച്ചിട്ടില്ല. പോയി നോക്കുന്ന. അപ്പോൾ എന്നാൽ ഇനി പോയി നോക്കിയാലോ. നമ്മളെ യാത്ര തുടങ്ങി പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ ചെറിയ ഗ്രാമത്തിലേക്കുള്ള ബുക്കുകളാണ്. ഫുഡൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് ഏകദേശം ഒരു 20-30 കിലോമീറ്ററോളം ഉണ്ട് ആ യാത്ര. ഇപ്പോൾ ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാ ഒരു ഗ്രാമത്തേക്ക് ഇപ്പോൾ കയറിട്ടുമ്പോഴേ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവാണ്. ഞങ്ങളെ പരിപാടി. കുട്ടികളെ കാണണം, അവരൊപ്പം കുറച്ചിടയ്ക്ക് ഇരിക്കുക, രസമായിട്ടുള്ളത് പോയി വെക്കുക ഉള്ളതേ. നമ്മളെ സ്കൂളിലെത്തി. ഇവിടുത്തെ ഒരു സ്കൂളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്കൂള്. നോക്കിയാണ് ഇതാണ്. ഇതിവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇവിടെ പല ഏജിലുള്ള കുട്ടികൾ ഒരേ ക്ലാസ്സിലുണ്ടാവും. 7, 8, 9 ഒക്കെ ഒരേ ക്ലാസ്സിൽ, ഒരേ ബുക്ക്. സിലബസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹിന്ദിയിലാണ്. ഇതാണ് ഇവിടുത്തെ സാറുമാരൊക്കെ കേട്ടോ. ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ നോക്കി, പല ഏജിലുള്ള കുട്ടികളാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. ഇവർക്ക് 7 മണി മുതൽ 12 മണി വരെയാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. ഇന്നിപ്പോൾ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എങ്ങനെ, ഇത് ഇവർ കേരള സിലബസൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിപ്പോൾ നിലവിൽ ബീഹാർ സിലബസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞത് ഡിവിഷനൊക്കെ ആക്കി തിരിച്ച് ഓരോ ഏജ് കാറ്റഗറി നോക്കിയിട്ട് സബ്ജക്റ്റൊക്കെ കൊടുത്ത് സെറ്റാക്കുള്ള പരിപാടിയിൽ. അപ്പോൾ നിലവിൽ ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. നമ്മളെ മലയാളികൾ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ള ആളുകളാണിത് പിന്നെ സെറ്റ് ചെയ്യണത്. ഇവിടെ അങ്ങനെ ക്രമീകരിച്ചത് ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ അവിടുന്ന് വന്നതും പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ക്ലാസ്സേ അല്ല ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടുത്തെ കുട്ടികളുണ്ടല്ലേ യൂണിഫോം, കുറേ ആൾക്കാർ യൂണിഫോം ഉണ്ട്, കുറേ കുട്ടികൾക്ക് യൂണിഫോം ഇല്ല. എന്ന് വെച്ചാൽ 2 യൂണിഫോമുള്ള കുട്ടികളുണ്ട്. ചിലപ്പോൾ അപ്പോൾ ഒരു ദിവസം ഇടൂല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും കാഴ്ചകളാണ് ഇവിടുത്തെ. ഇതൊക്കെ സിലബസൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവർക്ക് എക്സാം ഇല്ലല്ലോ. ഇത് എക്സാം അല്ല, ഇവിടെ നോർമൽ. ഇവരെ എക്സാം രാവിലെ കഴിഞ്ഞാണ്. എല്ലാവർക്കും ഇതാ ഡ്യൂട്ടി. ഇവരെ ടൈം സ്റ്റഡീൻ്റെ 1 മണി 12:30. എല്ലാവർക്കും 12:30 വരെ. 8 മണിക്ക് തുടങ്ങും. 8 റംസാനാകുമ്പോൾ 8 മണി അല്ലെങ്കിൽ 7 മണിക്ക്. പിന്നെ അല്ലെങ്കിൽ റംസാൻ അല്ലെങ്കിൽ ഇവിടെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ അവർക്ക്? അങ്ങനെ എന്തെങ്കിലും അല്ല. ഈ ബ്രേക്ക് ടൈം ഉണ്ട്. വയ്ക്കും. സ്റ്റുഡൻസ്. ഇപ്പം ഈ കുട്ടികളൊക്കെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന്? ഇങ്ങനെ ഇവരൊക്കെ വീടുകൾ ഉദാ ഹട്ട് 15 കിലോമീറ്റർ. ഗവൺമെന്റിന്റെ ഇവിടെ വലിയ ബിൽഡിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗവൺമെന്റ് ഹെവിയാണ്, അതേ ലെവലിലുണ്ട്. പക്ഷെ പഠിപ്പിക്കൂല. ഇതാണ് ഇവിടുത്തെ കുട്ടികളെ ഹോസ്റ്റൽ സെറ്റപ്പുകളൊക്കെ. ഇവിടെയാണ് ഇവിടുത്തെ കുട്ടികൾ സ്റ്റേ ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുക. നിലവിൽ 300 കുട്ടികളെ മാത്രം അക്കോമഡേറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞ പോലെ ഗവൺമെൻറ് പിന്നെ സ്കൂളുകൾ നമ്മളെ നാട്ടിലെ ഇതിലേറെ സെറ്റപ്പിലുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസം പറഞ്ഞ സാധനം കൊടുക്കില്ല. ടീച്ചർമാരൊക്കെ ഉണ്ട്. നമ്മളെ മാണിക്കക്കല്ല് സിനിമയത്തെ മാതിരി നേരെ വരിക, അവനവൻ്റെ ബിസിനസ്സും കാര്യങ്ങളും മൊബൈലിൽ കളിച്ച് തീർക്കുക, അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പ്രൈവറ്റ് സ്കൂളെ ആശ്രയിക്കുന്നത്.
പ്രൈവറ്റ് സ്കൂൾ കാണാൻ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിലും വിദ്യാഭ്യാസം പറഞ്ഞ സാധനം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ സംഭവം. പക്ഷെ ഇവർ സമ്മതിക്കാൻ നമ്മളെ ഇവർ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ഇവിടെ വന്നിട്ടേ ഇതൊന്നും ഇപ്പം നമ്മൾ കൂടുതൽ ആർക്കും ഒന്നും ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ആളുകളല്ലല്ലോ ഇവരൊന്നും. കാരണം നമുക്ക് തന്നെ മനസ്സിലാക്കാം ബീഹാറിലൊക്കെ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുക എന്നുള്ളത്. പോയി കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് തന്നെ. കുട്ടികളിതാ കൊണ്ടോ ഒക്കെ ഇറങ്ങി ടീച്ചർമാരതാ അയ്യവാ വണ്ടി കാണണം പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അതാണ് ഓൽക്ക് ഇബ്രത്തട്ടി കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ രസമായിട്ടേ ഓലെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു അതിർപ്പ് ഇങ്ങനെ കൊണ്ടുവന്നതാ. ഒരിങ്ങനെ നോക്കണത് എന്താണ് സംഭവം, എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് വെച്ചത്. ഒരു എന്താ കാട്ടിൻ്റെ വിടുക ഇതൊക്കെ ഇവിടെ കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ തപ്പി വെക്കണൊക്കെ ഉണ്ട്. പാവങ്ങളാണ്. ചെങ്കള എപ്പം ഉള്ളതേ ഒരു കുറച്ചൊരു ഉള്ളേരിയ ഗ്രാമത്തിലാണ് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലേ നിങ്ങൾ കണ്ടോ? ഇതെന്താ മനസ്സിലായോ? നമ്മളെ കേരളത്തിലെ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പള്ളിയാണിത്. നമ്മളെ കേരളത്തിലെ കുറച്ച് യുവാക്കൾ ഒരു ഇർസ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഇവിടെ. അവരുണ്ടാക്കി കൊടുക്കുന്ന പള്ളി. അതായത് ഈ പള്ളി ഒരു 1.5 മാസം മുൻപേ ഇതുപോലെ ഈ കാണുന്ന ഇതുപോലെ ഓല മേഞ്ഞൊരു കുടിലേനു. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, ഇതുവരെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓല മേഞ്ഞ് പിടുത്തം വിട്ട് നിന്നപ്പോൾ ഇതാക്കണം ഒരു കുടിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ ഒരു ബാരിയർ ഒരു വീട് കണ്ടില്ലേ, ഒരു വീട് കണ്ടില്ലേ. കറക്റ്റ് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു വീടാണിത്. പള്ളി ഈ കാണുന്നത് ഇത് ഇവരിവിടെ വന്നപ്പോൾ ഇവർ ചുമ്മാ ഗ്രാമങ്ങളിലൂടെ അങ്ങനെ കറങ്ങാൻ വന്നപ്പോൾ വ്യവസ്ഥകൾ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇവിടുത്തെ ആളുകൾ സംസാരിച്ചതാണ് ഇതൊരു പള്ളിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായി അങ്ങനെ ഇവരിത് ഏറ്റെടുത്തതാണ്. ഈ കാണുന്ന നമ്മൾ ഈ ചെക്കന്മാർ തന്നെ കേട്ടോ. കണ്ടോ, ഈ കാണുന്ന ചെറുക്കന്മാരാണ് ഇതിൻ്റെ വർക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിങ് ഇവർക്ക് നാട്ടിൽ നിന്ന് ഓരോ കമ്പനികളും അങ്ങനത്തെ ഓരോ ആളുകൾ കൊടുക്കും. ഇവരാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് വർക്ക് അതിൻ്റെ പടുവിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കണു അല്ലേ. പള്ളിൻ്റെ ഒരു ഷേപ്പ് ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേസ്ലാവ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. നിലവിലിവിടെ നിസ്കാരം നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓല മേഞ്ഞ മെഡലുണ്ടില്ലേ ഇവിടെ തറാവിയും ഒക്കെ മൈക്കതാക്കണേ. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കിബിൽ അങ്ങോട്ടാക്കിയിട്ട് കണ്ടില്ലേ. കാര്യങ്ങളൊക്കെ നിലവിലടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 2-3 മാസം കൊണ്ടൊക്കെ കിടിലം പള്ളിയായിട്ട് തിരിച്ചു വരുന്നത്. ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതാണ്. കാരണം ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ബീഹാറെ കൂടെ ഉത്തര ഏരിയകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴാണ്, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ സംഗതിയൊക്കെ ഉള്ളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് തന്നെ. ചാ പോയി നോക്കുക. അങ്ങനെ നമ്മൾ സ്കാരൊക്കെ കഴിഞ്ഞാണ്ടേ ചെറിയൊരു ഉറക്കമുറങ്ങി അങ്ങനെ എണീറ്റിക്കാണ്. ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നോമ്പർപ്പിച്ചൽ ഇവിടെ കേട്ടോ. നമ്മളെ ഇർസ ഫൗണ്ടേഷൻ്റെ നോമ്പ് തുറക്കൽ. നമുക്ക് പോലെ വണ്ടി ഇതാക്കണം. ഉൾഗ്രാമങ്ങളിലെ വീടുകൾക്കൊക്കെ ഒന്ന് പോയി നോക്കുക. ഇവിടെയാണ് നമ്മളെ നോമ്പർപ്പിച്ചൽ സെറ്റ് വിചാരിച്ചത് കേട്ടോ. ഫുള്ള് നനച്ച് ഫുള്ള് തോത്തി ഒരു കുട്ടി ഇതാക്കണം. പത്തക്ക ഇതാക്കണം. ഇവിടെതാ ഇത് നോക്കി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ 4 വീട് 4 വീടും ഇവിടുതാ 4 വീടും നടുവിൽ ഒരു മുറ്റും. ഈ മുറ്റത്ത് കണ്ടുന്നത്തെ നമ്മളെ പരിപാടികളൊക്കെ അതൊരു വീട്, അതൊരു വീട്. ഇത് ഇങ്ങനെ ഈ
വീട് ഭയങ്കര ചുരുക്കം. പക്ഷേ ഇതൊരു വീടല്ല കേട്ടോ. വീട് വെറുകര മാരില് നമ്മളെ ഇതൊക്കെ ഇടണ ആട് കോയിനൊക്കെ സെറ്റ് ചെയ്യണ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ. ഇതൊക്കെ ഒരു പ്ലെയിൻ വീട്. ഇത് തേച്ചിക്കണ്. എപ്പോഴാണ് നോമ്പ് ഇപ്പോഴോ 5 അത് ഞാനിക്കോ എൻ്റെ ഏതോരത്തും ചോദിച്ചില്ല. അല്ല ഓഗസ്റ്റ് 15 വെച്ചില്ലേ? ഫുഡൊക്കെ സെറ്റായോ? അത് സത്യം പറഞ്ഞ ചോദ്യമാണത്. ഓഗസ്റ്റ് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പെട്ടെന്ന് ചോദിച്ചു പോകും ഓഗസ്റ്റ് 15 എന്നാ. നല്ല ഈച്ചുണ്ടല്ലേ. അത് നന്നായി. ഏതായാലും കൊതുകിനെ വളർത്താൻ ഞാൻ മതി. ഈച്ചനെ വളർത്തിയാലും പ്രശ്നമൊന്നുമില്ല. എത്ര ആളുണ്ടാവുന്ന പറഞ്ഞത്? 400. 400 500 അതോ 300 400 മാക്സിമം 400 ഇവര് പറഞ്ഞത്. കുട്ടികൾ വലിയ കൂട്ടിയിട്ട് 400 ആള്. ആ ഇന്നലെ ഇവിടെ കൊടുത്തതിന് മുന്നേ ഇവിടെ തന്നെ. അപ്പം നോമ്പിന് തന്നെ 4 വട്ടം കൊടുത്ത്. നോമ്പിന് മുമ്പ്. ഇവിടെ ഈ ആളുകൾ ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഉപയോഗിക്കണമല്ല അതൊന്നും ഉണ്ടാവും. കുറച്ച് ആളുകൾ അല്ലേ. മുസ്ലിംസിൻ്റെ ഏരിയ തന്നെയാണ് പ്രോപ്പർ. അധികം മുസ്ലിംസ് തന്നെയാണ് അല്ലേ. ഇവർ തൊഴിലൊക്കെ ശരിക്കും എന്താണ്? അതന്നെയാണ്. പിന്നെ പശുക്കള് അങ്ങനെ അല്ലാതെ ഒരു ടെക്നിക്കൽ സൈഡ് ബിസിനസ് മൈൻഡ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. ടവർ അതൊക്കെ വരാ. കവറല്ല ടവർ. ഇവിടെ നോമ്പിന് കൊടുത്തി ഞങ്ങൾ. നോമ്പിന് ഫസ്റ്റ് ടൈമാണ്. സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ സെറ്റാക്കി വെച്ചാണ്. പിന്നെ ബാക്കിലൊക്കെ പിന്നെ അങ്ങനെ ഇവിടെ 2 ബാത്റൂംസും കാര്യങ്ങളാണ്. പിന്നെ ഈ വീടിൻ്റെ ബാക്കിൽ ഫുള്ള് കൃഷികളാണ്. കാണിച്ചുതരാം. ഇവിടെ ഇതാക്കണ ഒരു ബോർവെല്ല്. പിന്നെ കിച്ചൺ സൈഡൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കൃഷികളാണ് ഫുള്ള്. നെൽപ്പാടം, വയൽ, പിന്നെ മറ്റേ കരിമ്പ്. പോയേക്കണോ? വേണമെങ്കിൽ പോയി നോക്കാം. ഒരു താത്തതാ പോകണം. കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി പോവാ തോന്നുന്നു കേട്ടോ. കരിമ്പ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ കുളങ്ങൾ കാണാം. മഴയാകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും. ചില കുളങ്ങൾ മഴ ഇല്ലെങ്കിലും വെള്ളം കെട്ടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥ. ചെറിയ തണുത്ത കാറ്റ്. അടിപൊളി കാറ്റ്. കുട്ടികളൊക്കെ കളിച്ചണ്. ഓഹോ എന്താ കാലാവസ്ഥ അറിയണം. അടിപൊളി കാലാവസ്ഥ. കമ്പും ചോളൊക്കെ വൺ സൈഡ്. മൂച്ചാണ് ഈ കാണുന്നത്. നമ്മളെ നാടിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിരിയാണി ഇതാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ നെല്ലുണ്ട്, അടക്കാപ്പഴം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥലമൊക്കെ നമ്മളവിടെ ഒരുപക്ഷെ ഇങ്ങനത്തെ കൃഷികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ വിഷയം. കാണാൻ ചൊറുക്കുണ്ടാവും നമ്മളവിടെ ആണെങ്കിൽ. അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറിക്കും. ഡെവലപ്ഡ് ആയിക്കും. ഡെവലപ്ഡ് ഉദ്ദേശിച്ച് വല്ല പാർക്കുകളോ IT കമ്പനികളൊക്കെ ആയി മാറിയിരിക്കും. നമുക്ക് പോയി നോക്കുക. നമ്മളെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ അതാക്കണു. നമ്മൾ നിസ്കരിച്ചെന്ന് പോയി വന്നപ്പോഴത്തേന് പരിപാടിയൊക്കെ സെറ്റായി. ആൾക്കാർ ഇതാ നോക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. കുട്ടികളൊക്കെ നോക്കി. അയ്യവാ എന്തേ തൊട്ടടുത്താവുന്നോ?
ആ ഗ്യാപ്പിലും കൂടെ ഇടുക. നമ്മൾ ആശാനതാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഓരോ കാര്യങ്ങളും. കാരക്ക പോട്ടെ, കാരക്ക ആകണം. ഈത്തപ്പഴം അല്ല സോറി എത്താണ് മുന്തിരി നോമ്പേറ്റ് ഇവിടുത്തെ മുട്ടണു. കുട്ടികൾ നോക്കി ഇത് എത്ര നീച്ച ബ്രോ? ആ സോറി ഗ്ലൗ കൂടെ അവിടെ ഗ്ലൗ കൂടെ വേണ്ട ഉണ്ടായിരുന്നു. ആ ഓക്കെ ഒറ്റ ഏനെ മുപ്പര് എത്ര ഇതോ കേക്ക് ഓക്കെ. ഒരു ഹിന്ദിക്കാരനാ. പൊട്ടുണ്ടല്ലേ ഓർമ്മ. എന്താ ഡിഷ് എന്താണ് ഇത് ഇവിടുത്തെ? ബിരിയാണി കപ്സ മോഡലല്ലേ? ഒരു മിനി മന്തി കപ്സ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൈദരാബാദി മോഡൽ പരിപാടിയാണ് കേട്ടോ. അതാക്കണം എപ്പോഴും ജാവിക്ക് അതാക്കണം. അവിടെ വിളമ്പാണ് ബ്രാ. ശരിക്കും വിളമ്പിക്കോ കേട്ടോ. ഇതെങ്ങനെ ഒരു പീസാ ഒന്നിക്ക്? ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് ആ നമ്മളെ തമിഴ്നാട്ടിലെ മറ്റേ ഇതുണ്ടല്ലോ ചോറ്, ആ അതൊരു സാധനമാണ്. ഒന്നിക്ക് പീസോ? ഒരു പീസോ 2 പീസോ? പക്ഷെ പീസ് എന്ന് പറയാൻ വലിയ പീസ് അല്ലല്ലേ? ആ പൊടി മാറി ഇങ്ങനെ ബിരിയാണി അല്ല കപ്സ അങ്ങനൊക്കെ ഒരു സാധനം. പക്ഷെ ഇത് ഹൈദരാബാദ് ബിരിയാണിൻ്റെ ഒക്കെ മോഡലാണ് തോന്നുന്നല്ലേ? അവിടെ ലെവലാണ് ജാവിതാക്കണം അവിടെ. മേ ആ കോയി മെല്ലെ ആറാംസെ കോഴിക്കൾ അടക്കടക്കേ ചെതറി ഓടുണ്ട്. കുട്ടികളൊക്കെ പൈതങ്ങൾ കാത്തിക്കണ്. മെല്ലെ ആറാംസെ ഐ അല്ല അതൊക്കെ എത്തും പറഞ്ഞാൽ ഓരോ മോശം. അത്രയും ആൾക്കാർ ചുറ്റും വന്നിട്ടേ ഓല അത് മെയിൻറ്റെയിൻ ചെയ്യണില്ല പറഞ്ഞല്ലേ. അത് വലിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചേർക്കണില്ല. ആ അതന്നെ അതൊക്കെ പോലെ ഭയങ്കര മോശമാണ്. ചെറിയ ഐറ്റങ്ങളെ അവന് പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല. പോണ് പ്രാകെ കോഴിക്കളും ആടുകളും ചിക്കണ് കുട്ടികളൊക്കെ ഇരിച്ചിട്ടോ. നോമ്പർക്കാനുള്ള ഏകദേശം സമയമായി കൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല, പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടെ പോകും. പൈതങ്ങളൊക്കെ ഇരിക്കണു ചൂട്ടാപ്പിയാള്. ഏകദേശം 3 റയല് പിള്ളേരിരുത്തി, അവിടെയും പിള്ളേരിരുത്തിട്ടോ ആണ്. ഇനി ബാലൻസുള്ള 4 റയാണ്. 4 റയൽ വലിയ എല്ലാവരും കൂടെ ബാക്കിയുള്ള ആളുകളൊക്കെ പോകും. പള്ളിയിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തു ഇവിടെ നോമ്പ് തുറണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഇതിനെന്തായി ഏകദേശം കുട്ടികളും എല്ലാവരും ഇങ്ങനെ വന്ന് ഫുള്ള് സെറ്റായി. ഇനി ഒരു 10 മിനിറ്റും പാടാം. 5:34 സമയം കേട്ടോ. ഫാമിലിയും കുട്ടികളും എല്ലാവരും ഉണ്ട്. നോമ്പ് തുറന്നിട്ടോ. നമ്മളെ കുരുന്നുകൾ നോമ്പ് തുറന്നു. കഴിക്കണോ നിങ്ങൾ? എന്താല്ലേ നമ്മളൊരു എന്താ പറയുക, ഒരു രാജകീയ ഹോട്ടലിൽ അല്ലെ നമ്മളെ വീട്ടിൽ നമുക്കൊരു നോമ്പുതുറ വെച്ചാൽ പോലും ഒരു പക്ഷേ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് കിട്ടൂല. ഇത് അർഹതപ്പെട്ട പാവപ്പെട്ട അവരെ കൈകൾക്ക് ആ ഭക്ഷണം എത്തുമ്പോൾ ഉണ്ടാകേണ്ട നമുക്ക് കിട്ടുന്നൊരു മാനസിക സംതൃപ്തി എന്ന് പറയില്ലേ, അതിൻ്റെ ലെവല് വേറെയാണ്. ചെറിയ കുട്ടികളൊക്കെ
അവിടെ ഇതാക്കണു. അവിടെ മേലെ ഇരിക്കുന്നുണ്ട് കുറച്ച് കുട്ടികളെ, അവർ കഴിക്കണതാക്കണു. ഒരു വെല്ലിപ്പതാക്കണ കഴിക്കണേ അവിടെ ഉണ്ടല്ലേ, അവരതാക്കണേ പുറത്ത്. ഇവരിതാ കൊണ്ടുപോലെ തുടങ്ങി വീട്ടിലേക്ക്. ഉമ്മച്ചാക്ക് ഇവിടെ എങ്ങനെ പരിപാടി ഉണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് തോന്നുന്നുണ്ട്. ഇവർ കുറച്ച് കഴിച്ചാണ്ട് ബാക്കി ഇവർ കൊണ്ടുപോവുക ചെയ്യുക. അവരെ വീട്ടിലേക്ക് ഉമ്മച്ചാക്കും ഉപ്പച്ചാക്കൊക്കെയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോകണമെങ്കിൽ ഈ കൊണ്ടുപോവാണ് ആക്കണ് പായണ്ടതാ കുട്ടികൾ. ഇതെന്താ സംഭവം മനസ്സിലായോ? ഉമ്മച്ചാക്കും വേണ്ടി കൊണ്ടുപോകണ കുട്ടികൾ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനും വേണ്ടി. ഇവരന്മാരിപ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ എല്ലാ ദിവസവും ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നിന്ന് പോയൊരു സംഗതി. ആൾക്കാഴ്ചക്ക് അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ ബാക്കി അവരെ ഉമ്മച്ചാക്കും കൂടെ കൊടുക്കണം, വീട്ടിലെ ഉമ്മാർക്കും കാരണവർക്കും കൂടെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം വരി നിൽക്കുകയാണ്. ഉണ്ടല്ലേ, എന്നിട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോകണമെങ്കിൽ ആ ചോട്ടാപ്പയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ അതാ കൊണ്ടുപോകണതാ. നമുക്കുള്ള ഫുഡേ അവിടുത്തെ ഫുഡ് പരിപാടി അവർക്ക് കൊടുത്തു കഴിഞ്ഞ് നേരെ അപ്പുറത്തൊരു വീട്ടിലേ കുറച്ച് ഫുഡ് നമ്മൾ ബാലൻസ് വെച്ചിരുന്നു. കാരണം ഇവർക്ക് കൊടുത്തിട്ട് തയ്യണില്ല, കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടേ നമുക്കുള്ള ഫുഡ് കുറച്ച് ബാലൻസ് ബാക്കി വെച്ചിട്ട് നമ്മളിവിടെ ഇവിടെ വെച്ചാൽ ക്രൂവൽ ഏരിയയും കൂടെ ആയതുകൊണ്ടേ ചിലവിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് ഇവർ വീട്ടുകാരെന്നെ ഇവിടെ സെറ്റ് ചെയ്ത് ഇതാക്കണം. തളിക നമ്മളാ നാടൻ കയ്യക്കല് കുഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നല്ല മനുഷ്യന്മാരും ഉണ്ട്, എന്നാ വളരെ മോശം മനുഷ്യന്മാരും ഉണ്ട്. ഇവിടെ മിക്സാ. പിന്നെ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഇർസ ഫൗണ്ടേഷനോടും ബീഹാറിലെ ഗ്രാമത്തിലെ കുട്ടികളോടൊക്കെ ഇവിടെ പറഞ്ഞു കാണ്ടേ പോവാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻക്ക്. ചെറിയ തണുപ്പുണ്ട്, അപ്പോൾ സൈഡിൽ ഇങ്ങനെ കർട്ടൻ വെച്ചിട്ടുണ്ട്. ഇതാണോ? ഇതല്ലല്ലോ, കുറച്ചും കൂടെ ഇല്ലേ? കുറച്ചും കൂടെ ഉണ്ട്. ഇതല്ല ഇത്. അടി കൂടെ കുടിക്കണല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കുറേ ടീംസ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1-2 ടീംസിൻ്റെ അടുത്ത് കഴിഞ്ഞ് പോകണുള്ളൂ. നമുക്കിപ്പോൾ എല്ലായിടത്തും പോണതിന് ലിമിറ്റില്ലേ. നമ്മളെ ടെൻറ്റിങ്ങും ഫുഡിങ്ങും ഒക്കെ ഇങ്ങനെ വൈകിൽ കിടക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മളോട് പറഞ്ഞ ആളുകളുണ്ട് 2 ആഴ്ച മുന്നേ. പിന്നെ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാന്നുള്ളതേ ഉള്ളൂ. അത് അപ്പം മേലെ തന്നെ ആയിരിക്കും അല്ലേ? കാരണം അവിടെ സൈഡ് കൊടിയുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഹിറ ഫൗണ്ടേഷനിലാണ്. ഇപ്പം നമ്മളെ ഇർസ ഫൗണ്ടേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കണ്ടേ ഇവരും ഒക്കെ വിളിച്ചതായിരുന്നു. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഒക്കെ നമ്മളെ ആൾക്കാരല്ലേ. നമ്മളെ വണ്ടി കണ്ട് കണ്ടൊക്കെ പാടേ മറ്റേ കൂടിക്കാണ്. എന്താണ് വണ്ടിൻ്റെ സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നിങ്ങൾ ആകെ ചവിട്ടിപ്പൊളി. ചെറുക്കന്മാരെ ചങ്കള നമ്മളെ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റൂമൊക്കെ എത്തിയത്. കുട്ടികൾ ഇതാക്കണു. അത് വരണാടാ അങ്ങോട്ട് കൊണ്ടേക്കളാ. അത് വേണ്ട. കുട്ടികൾ ഇതാക്കണു. നാളേക്കുള്ളേ നോമ്പ് തുറക്കണ സാധനങ്ങളായിട്ട് അത്താഴത്തിനുള്ളേ. നോ പ്രോബ്ലം. ഇത് മതി പറഞ്ഞോളാ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. കുട്ടികൾ പോയി പാവങ്ങൾ. ഇപ്പം ഇല്ലാതെ കുട്ടികളൊക്കെ കയറപ്പത് നമുക്കുള്ള സുബൈക്കുള്ളേ അത്താഴത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഇപ്പം തന്നെ. അതാ ഇതാക്കണം നമ്മളെ റൂംസ്. ഇന്ന് നാളൊക്കെ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ കിടന്നുറങ്ങിയാലോ? അതാ കൊയങ്ങി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇവിടെ കുറച്ചുപാട് സ്പോഞ്ചാ പവറാ. അപ്പോൾ ചെങ്കളെ നാളെ അതാ കട്ടാകുന്നുണ്ട് ഫോണ്. അപ്പോൾ ഇനി 1-2 ദിവസം ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങളും അവിടുത്തെ ഓരോ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. നമ്മളെ ഇൻഷാ അല്ലാഹ് ടെൻറ്റിങ്ങും ഫുഡിങ്ങും നമ്മളെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇവിടെ ഡാർജിലിംഗ് ഒരുപാട് പെരുന്നാളൊക്കെ കഴിയട്ടെ, പൊള്ളിക്കണം നമുക്ക്. പെരുന്നാൾ കഴിയുമ്പോഴാണ് നമ്മളെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സാറാവണം. പിന്നെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.